മോദി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ ഞാനൊരു കാണിക്കാൻ പോകുന്നത് നമുക്ക് എൻ്റെ പറമ്പത്തുള്ളൊരു കരിച്ചക്കയുണ്ട്. വേണ്ട ഈ പഴുത്തിട്ടുണ്ട്. ഇതിന്ന് കറച്ച് ഉണച്ചാണ്. ഇതൊന്ന് മുറിച്ചിട്ട് നമുക്ക് എങ്ങനെ കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ നമ്മൾ കഴിക്കുന്നത് ഞാനെങ്ങനെ കഴിക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഈ പറമ്പത്തുള്ള തന്നെ നല്ലൊരു രുചിയിലാണ്, ഒരു വിഷമൊന്നുമില്ല. നമ്മളൊന്നും ചെയ്യാതെ തന്നെത്താൻ പഴുത്തതാണ്. തന്നെത്താൻ പഴുത്തോട് നല്ല രുചി ഉണ്ടാവും. ഇത് മുറിച്ചിട്ട് എങ്ങനെയാണ് കഴിക്കുന്നതെന്നതൊന്ന് കാണിച്ചു തരാമല്ലോ. ഇതുണ്ടല്ലേ, ഇത് നല്ല വൃത്തി അതിൻ്റെ തോലെല്ലാം ചെത്തി ചെത്തിയിട്ട് വേണം പ്ലേറ്റ് മുക്കി വെച്ചിട്ട് നമ്മൾ കഴിക്കാൻ. അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മളിങ്ങനെ കഴിക്കുന്നത്. ഉണ്ടല്ലേ, നമ്മളെല്ലാവരും നമ്മളെ പറമ്പത്ത് 4 മതിലിനും കുറച്ച് കരിച്ചക്ക കൂട്ടി കുഴിച്ചിട്ടിട്ട് കണ്ടല്ല. കരിച്ചക്ക നല്ല ഏറ്റവും നല്ല പൈനാപ്പിൾ കൃഷി, നല്ലൊരു കൃഷിയാണെന്ന് വെച്ചാൽ നമ്മളൊന്നും ചെയ്യണ്ട. ഒരു വളം കൊണ്ട് കൊടുക്കണം, ഒന്നും വേണ്ട. തന്നെത്താൻ നമ്മളെ മതിലിനെല്ലുള്ള കരിച്ചക്കയിൽ വലിയൊരു അനുഭവം നമുക്ക് കിട്ടും. നമ്മളൊന്നും ചെയ്യുകയും വേണ്ട. അത്ര നല്ലൊരു അനുഭവമായിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇത് നല്ലൊരു വരുമാനമായിട്ട് വരും. ഇനി നല്ല പൈസ നിങ്ങൾക്ക് കരിച്ചക്കക്ക് 100 റുപ്യയിലുണ്ട്. ഞാൻ ഇതിനൊക്കെ ഒരു കരിച്ചക്ക വാങ്ങിയ 100 റുപ്യയിൽ മേലെ 125 റുപ്യയിൽ ഒരു കരിച്ചക്ക വാങ്ങിയിട്ട്. അതും ഒരു മധുരമൊന്നുമില്ല, ബാടി പോലത്തെ. ഇതിപ്പോൾ ഒന്നുമില്ല, നല്ല മൂത്ത് വരും. നമ്മളെ വീട്ടിലുണ്ടാകുമ്പോൾ അത് സംരക്ഷിക്കണം. കാക്ക പക്ഷി അതെല്ലാം തിന്നു. അതെല്ലാം നമ്മൾ സംരക്ഷിക്കണം. അതെല്ലാം നമ്മൾ പ്ലാസ്റ്റിക് സഞ്ചിയോ എന്തെങ്കിലുമായിട്ട് പൊതിഞ്ഞിട്ട് ഇല്ല തോലിട്ട് കൊത്തി വെക്കും. അങ്ങനെ എന്തെങ്കിലും ചെയ്യിച്ചാൽ അതിന് കാണാതെ കാക്ക വെക്കാതെ വെച്ച് ആക്കി വെക്കണം നമ്മൾ. എന്നാൽ നമുക്ക് നല്ല ഒരു വളം കിട്ടും. ഇഷ്ടംപോലെ കരിച്ചക്കൻ്റെ കൃഷി എന്ന് പറഞ്ഞാൽ നല്ല ലാഭമുള്ള കൃഷിയാണ്. നമുക്ക് അതിനായിട്ടൊരു പ്രത്യേകം മുടക്ക് മുതലൊന്നുമില്ല. ഇതിൻ്റെ തണ്ടെടുത്ത് കൊണ്ട് കൊത്തിയിട്ട് നമ്മളവിടെ കുഴിച്ചിട്ട് ഇതിൻ്റെ തല പൊടിച്ചിട്ട് ഈ ഒന്നിൻ്റെ മേലെ ഇതിന് ചുറ്റും ഉണ്ടാവും. കണ്ട ഇതിന് ഇവിടെ ഇല്ല. ഇതിൻ്റെ തല പൊടിച്ചിട്ട് അവിടെ നിരത്തി കുഴിച്ചിട്ടാൽ ഒരു പണിയുമില്ല. ഇതേപോലെ നമ്മളൊന്നും ചെയ്യണ്ട. പിന്നെ തന്നെത്താൻ അതിനകത്ത് തന്നെ ഉണ്ടായിക്കോളും. നമ്മളൊരു വളമിട്ട് കൊടുക്കണം. വളമിട്ട് കൊടുത്തിട്ട് നല്ലോണം വേഗം ഒരുപാട് വെള്ളത്തിലുണ്ടാവും. അല്ലെങ്കിൽ ആ പറമ്പത്തുള്ള വളം വലിച്ചെടുത്തിട്ട് തന്നെ ഇവർക്ക് വേണ്ടതായ വളങ്ങൾ ആ പറമ്പത്തിൽ തന്നെ വലിച്ചെടുത്തു കൊടുക്കും. നമ്മൾ കൊടുക്കൊന്നും വേണ്ട. അടുപ്പിൽ ചപ്പും ചവയിൽ അടിയിലുള്ള വളം ഉണ്ടാവുമല്ലോ, ആ വളങ്ങൾ തന്നെ ഇവർക്ക് ധാരാളം മതി. നമ്മൾ വേറെ വളം ഉണ്ടാക്കി കൊടുക്കൊന്നും വേണ്ട. ഇതിപ്പം ഇത് മുറിച്ചിട്ട് നമ്മൾ ഇതെന്ന് വെച്ചാൽ പഞ്ചസാര ഇട്ടിട്ടാണ് കഴിക്കുക. പഞ്ചസാര ഇടുന്നത് എന്തിനാണെന്നറിയോ? വിഷം ഇതിനകത്ത് നമ്മൾ കഴിച്ചൊക്കെയില്ല. പണ്ട് എന്തെങ്കിലും വിഷത്തിൻ്റെതോ അങ്ങനെയൊന്നും ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിനകത്ത് പഞ്ചസാര ഇടുന്നത്. പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒരു കുഴപ്പമുണ്ടാവില്ല, ഒരു ഇതും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പഞ്ചസാര ഇടുന്നത്. ഉണ്ടല്ലേ, ഇതിപ്പോൾ മതി. അതുകൊണ്ട് ഇത് പഴുത്തതാണ്, നല്ല പഴുത്ത കഴിച്ചൊക്കെയാണല്ലേ. ഇപ്പം ഒരാൾക്ക് നമുക്ക് ഇഷ്ടംപോലെ തിന്നാൻ മാത്രമുണ്ട്. ഒരാൾക്ക് തിന്നാൽ വിശപ്പിടാൻ മാത്രമുണ്ട്. നേരത്തെ ഭക്ഷണത്തിനായി നല്ല ഒരു ക്ഷീണം മാറുന്ന ഒരു സാധനമാണ്. നല്ല പഴുത്ത് വെള്ളം ഇരിക്കുന്നു. ചിലവർക്ക് ഇത് എന്നെ കുടിച്ചൊന്നും വരില്ല. എന്നാന്നറിയാം, ചിലവർക്ക് ഇത് ചൊറിയും. ചിലവർക്ക് ഇത് തിന്നുമ്പോൾ ചൊറിയെന്ന് പറയുന്നു. ചിലവർക്ക് ഒരു കുഴപ്പമില്ല. ചില ആളുകൾക്ക് ഈ കരിച്ചക്കൻ്റെ ഇത് പിടിക്കില്ല. ഇതെന്തോ ഒരു അവിടെ ഉടഞ്ഞു പോയില്ല. ഇതുകൊണ്ടില്ലേ, ഇതിപ്പോൾ ഇങ്ങനെ ചെത്തി മുറിച്ചിട്ട് നമ്മൾ ഇത് മുറിച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റുള്ള സാധനമാണ്. എന്താ മുറിച്ച് എല്ലാവർക്കും നമുക്ക് മുറിച്ച് പഞ്ചസാര ഇട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഇവിടില്ലേ, പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നും ഒരു തരാറില്ല. വിഷം എന്തെങ്കിലും മീന് വിഷത്തിൻ്റെ ഇതോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ടപ്പോൾ ഒന്നും പേടിക്കല്ല. നല്ല ഒരു ഇതായി. ഇപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പഞ്ചസാര എടുക്കട്ടെ. പഞ്ചസാര ഇട്ടതിൽ അല്ലേ നമ്മളല്ലേ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഈ കരിച്ചക്കപ്പൊടി ഇപ്പം പഴുക്കാൻ തന്നെ വേണ്ട. അന്നേരം പഞ്ചസാര പോയിട്ട് ഉപ്പിട്ടിട്ടാൽ തിന്നാം. ഉപ്പ് ചൊറിയുന്നായിട്ട്, നാവ് ചൊറിയുന്നായിട്ട്. ചെള്ള് കഴിച്ചൊക്കെ അത് ഈ ബ്ലാക്കി കഴിച്ചിട്ടല്ലേ, അതായത് ചോറിന് കഴിച്ചൊക്കെ അത് ചൊറിയും. വല്ലാണ്ട് ചൊറിയും, നാവെല്ലാം വണ്ണം വെച്ച് ഇതിപ്പോൾ എന്ന് വെച്ചാൽ
ഒരു അങ്ങനെ ചൊറിയൊന്നുമില്ല. ഈ ബ്ലാക്ക് കഴിച്ചൊക്കെ ഇത് അങ്ങനെ ചൊറിയുന്നതും അല്ല, മധുരം ഉണ്ടാവും, നല്ല മധുരം ഉണ്ടാവില്ല. ഇത് നല്ല നല്ല ടേസ്റ്റുള്ള ഒരു കരിച്ചൊക്കെയാണ്. ബ്ലാക്ക് കഴിക്കാൻ പറയും, ബ്ലാക്ക് കഴിക്കാൻ. ഇത് പിന്നെ മറ്റേ ചോന്ന കഴിക്കുക, ഇത് ചോന്നതല്ല. ഇത് നല്ല കരിച്ചൊക്കെ എന്താ ഇതാ, നല്ല അടിപൊളി കഴിച്ചൊക്കെ. ഇത് നല്ലൊരു കഷ്ണം ഞാൻ തിന്ന് നോക്കട്ടതായി. ഇതാ എന്താ നല്ല വെള്ളം ഒഴിക്കുന്നുണ്ട. നല്ല രസമാണ്, നല്ല മധുരമുണ്ട്. ഇപ്പം മഴ പെയ്ത സമയത്ത് മധുരം കുറയും, പക്ഷെ ഇതിന് മധുരം കുറഞ്ഞിട്ടില്ല. ആ ചുവന്ന കയ്യിലാണെങ്കിൽ ഒറ്റപ്പൊടി മധുരമുണ്ടാവില്ല. ഇപ്പം മഴ പെയ്ത സമയത്ത് വെറും വെള്ളം നിർത്തി വരെ ഉണ്ടാകും, മാത്രം മധുരം ഉണ്ടാവില്ല ഒറ്റപ്പൊടി. നല്ലോണം പഴുത്താൽ തന്നെ. ഇതിപ്പം പഴുക്കുന്നതിനൊക്കെ നല്ല മധുരം ഉണ്ടാകും. ഈ വെയിൽക്കാലം ഒറ്റപ്പ് നല്ല മധുരം വന്ന് പിന്നെ വെള്ളം യോജിക്കും. പഴുത്ത ഇന്നെ പഴുത്ത് പൊടിച്ചാൽ ഇപ്പം അതിൻ്റെ മേലെ തന്നെ പഴുത്ത് പൊടിച്ചാൽ കൈതൻ്റെ മേലെ തന്നെ. പക്ഷെ മഴ പെയ്ത് വെള്ളം കുറച്ചൊരു വയസ്സിൻ്റെ കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പണ്ടെല്ലാം ഞാൻ പറയില്ല, ഒരു കരിച്ചൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറയില്ല, ഞാൻ ചെറുപ്പകാലത്തെല്ലാം പുല്ലരിയാൻ പോയിട്ടാകുമ്പോൾ ഇതേപോലെ ചള്ളി കഴിച്ചൊക്കെ പാള ഒത്തി അരിയിട്ടിട്ട് മുറിച്ചിട്ട് ചെറുങ്ങനെ മുറിച്ചിട്ട് കുറച്ച് ഉപ്പും വേറെല്ലാം എടുത്ത് കൊണ്ടിട്ട് ഞങ്ങൾ 2-3 നാൾ കൂടി പുല്ലരിയാൻ പോയാൽ ഞങ്ങൾ 2-3 നാൾ കൂടി പോയിട്ട് ഇതേപോലെ മുറിച്ചിട്ട് പാടയിലാണ് മുറിച്ചത്. ഉപ്പും പൊടിച്ചതെന്ന് വെച്ചാൽ നാല് ചൊറിയനായിട്ട് കൂടുതൽ ഒന്നി വല്ലാണ്ടായിപ്പോവും. എന്നിട്ടാണെങ്കിൽ ഇങ്ങനെ തിന്ന ഇതേപോലെ. പക്ഷെ വിശപ്പ് നല്ലോണം. ഇനിയിപ്പോൾ അതല്ല, ഇനിയിപ്പോൾ നമുക്കിപ്പോൾ തിന്നാനായില്ല. ഉണ്ടല്ലേ, നല്ല രസമുണ്ട്. വേണ്ട അപ്പോൾ തേനിട്ടിന് കുറേ കഴിച്ചൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ഒറ്റൊന്നും എനിക്ക് കിട്ടി. എനിക്ക് ഞങ്ങളുടെ വന്നേരം ഈ കുഴപ്പമില്ലവർ അന്ന് ചക്ക വയ്ക്കാൻ വന്നെന്ന് അവരെ പറമ്പത്ത് കൊടുത്തു വിട്ടു. തന്നെ 50 ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ആളില്ല, പക്ഷി വന്നിട്ടുണ്ടാവും. ഞാൻ പോയി നോക്കുന്നില്ലല്ലോ, വേറെ കൊടുത്തന്നെയല്ലേ. അവർ ബൈക്ക് കണ്ടിട്ട് ഇങ്ങനെ മിറ്റത്ത് ശരിക്കും കണ്ടിട്ട് പിടിച്ചു. അവരിപ്പോൾ ഇടവക്കൊന്നും പോയി നിൽക്കില്ലല്ലോ. അവിടെ ഉണ്ട്, ഇടവക്കെങ്കിലും ഉണ്ടെന്ന് ഒരുപാട്. ഇത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിശപ്പുണ്ടാവില്ല, നല്ല ക്ഷീണം കുറയും, നല്ല ക്ഷീണം കുറയും. നല്ല ക്ഷീണമല്ലായിരിക്കും നടത്തുന്നെങ്കിൽ നല്ല ക്ഷീണം കുറയും. നല്ല ടേസ്റ്റുണ്ട്, നല്ല ടേസ്റ്റ്. ഞാൻ തിന്നാൻ ടേസ്റ്റ് തിന്നു, അത്ര നല്ല രസമുണ്ട്. കരിച്ചക്ക പഴുത്തേക്കെല്ലാം മുറിക്കുമ്പോഴല്ല മുന്നേ കയറി വരും മണം. നമ്മൾ എവിടെ ദൂരെ ഉണ്ടെങ്കിലും അതിൻ്റെ മണം അവിടെ എത്തും.